അടുത്ത ശ്രേഷ്ഠ കാതോലിക്കയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പാത്രിയർക്കീസ് ബാവ പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധവും കോടതി അലക്ഷ്യവുമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, പാത്രിയർക്കീസ് ബാവയുടെ വരവ് ശ്രേഷ്ഠ ബാവയുടെ 40 കുർബാന അർപ്പിക്കാൻ മാത്രമല്ല, പുതിയ ബാവയുടെ വാഴ്ച കൂടി ലക്ഷ്യമിട്ടാണെന്ന്. അതിനു മുന്നോടിയായി സമുദായ പത്രിക കാതോലിക്ക വാഴ്ച സ്പെഷ്യൽ പതിപ്പ് ഇറക്കിയത് ലീക്കാവുകയും ഉടൻ തന്നെ കുര്യാക്കോസ് തെയോഫിലോസ് മെത്രാൻ കാതോലിക്ക വാഴ്ചയുടെ വാർത്ത കളവാണെന്നും സമുദായ പത്രികയുമായി സഭയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞില്ല, പാത്രിയാർക്കീസിന്റെ പ്രഖ്യാപനം വന്നു, ജോസഫ് മാർ ഗ്രിഗോറിയോസ് അടുത്ത കാതോലിക്കയാണെന്ന്. ഇതിനാണ് കള്ളങ്ങളിൽ ജനിച്ച് കള്ളങ്ങളിൽ ജീവിച്ചു മരിക്കുക എന്ന് പറയുന്നത്. അത് ശ്രേഷ്ഠനെ കുറിച്ച് പറയുന്നതെങ്കിലും എല്ലാവർക്കും അത് ബാധകമാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 3 സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് വരുന്ന 17 മുൻപായി യാക്കോബായ വിഭാഗം കൈവശം വെച്ചിരിക്കുന്ന 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറും. അതോടൊപ്പം ബാക്കിയുള്ള 357 പള്ളികളുടെ കേസ് ജസ്റ്റിസ് ഗവായി അധ്യക്ഷനായ മറ്റൊരു ബെഞ്ചിൽ നിന്ന് 6 പള്ളികളുടെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിലേക്ക് മാറ്റുകയും ചെയ്തപ്പോൾ ശരിക്കും യാക്കോബായ വിഭാഗം ചക്രവ്യൂഹത്തിലാകപ്പെട്ട അവസ്ഥയിലായി. അവർക്ക് വിരളി കൊണ്ടു. വിധിയോടുള്ള ആദ്യ പ്രതികരണമായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർ തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വ്യവസ്ഥാപിതമായ രീതിയിൽ പരസ്പരം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് സഭയിൽ ശാശ്വത സമാധാനത്തിന് ആഹ്വാനം നടത്തി. അത് ഏറെ പ്രതീക്ഷയോടും സന്തോഷത്തോടുമാണ് പൊതുസമൂഹം നെഞ്ചിലേറ്റിയത്. വളരെയേറെ സാമുദായിക നേതാക്കൾ അതിനെ സ്വാഗതം ചെയ്തു. പക്ഷേ നിരാശപ്പെടുത്തിക്കൊണ്ട് യാക്കോബായ വിഭാഗം കുര്യാക്കോസ് മാർ തെയോഫിലോസ് മെത്രാൻ വീണ്ടും പ്രതികരണവുമായി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നു, സമാധാനം സാധ്യമല്ല, 2 സഭയായി പിരിയണമത്രേ. 24 മണിക്കൂർ തികഞ്ഞില്ല, ശ്രേഷ്ഠ ബാവ വാഴ്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നു. തർക്കത്തിലിരിക്കുന്ന പള്ളികളിൽ ആരാധനാ സൗകര്യം പങ്കിടാം, അങ്ങനെ സമവായത്തിൽ കൂടി പോകുന്നത് ചർച്ച ചെയ്യാം, ആലോചിക്കാം, അങ്ങനെ കോടതിക്ക് പുറത്ത് രമ്യമായി കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം എന്നൊക്കെ. അല്ലയോ ഗ്രിഗോറിയോസ് തിരുമേനി, ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവ നടത്തിയ സമാധാന ആഹ്വാനത്തോട് ആര് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഔദ്യോഗികമായി പ്രതികരിക്കണമെന്ന് ആദ്യം തീരുമാനിക്കും? ഒരാൾ പറയുന്നു യോജിപ്പ് വേണ്ടെന്ന്, സഭ 2 ആകണമെന്ന്. അങ്ങ് പറയുന്നു ആരാധനാ സൗകര്യം പങ്കിടാം, കോടതിക്ക് വെളിയിൽ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്താമെന്ന്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ തിരുമേനി. രണ്ടാമത്, പ്രശ്നബാധിത പള്ളികളിൽ പിറവത്തുൾപ്പെടെ ആരാധനാ സൗകര്യം വർഷങ്ങളോളം പങ്കിടുകയായിരുന്നല്ലോ അല്ലേ? പക്ഷെ നിങ്ങളുടെ തവണ കഴിഞ്ഞാൽ ലൈറ്റോ ഫാനോ മൈക്കോ പോയിട്ട് പള്ളി ഉപകരണങ്ങൾ പോലും നിഷേധിച്ചവരല്ലേ നിങ്ങൾ? അതുപോലെ എത്ര പള്ളികളിൽ? എന്നിട്ടിപ്പോൾ പറയുന്നു ആരാധനാ സൗകര്യം പങ്കിടാമെന്ന്, തവണകൾ ആരാധനാ സൗകര്യം ഒരുക്കാമെന്നൊക്കെ. അടുത്തതായി തിരുമേനി പറയുന്നു ചർച്ച ചെയ്ത് സമവായത്തിലെത്താമെന്ന്. 1 അല്ല 2 അല്ല 3 അല്ല, പലതവണ 2 കൂട്ടരും മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വരെ പോയി ചർച്ച ചെയ്തു. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെയുള്ള കടുംപിടുത്തമല്ലേ നിങ്ങളെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത്? ഇതൊക്കെ കേസിൽ നിന്ന് തലയൂരാനുള്ള തന്ത്രമാണെന്ന്, പിപ്പിടി വിദ്യയാണെന്ന് ആർക്കാ തിരുമേനി അറിയാത്തത്? 958 പയറ്റിയ തെറ്റ് ഇനി ഓർത്തഡോക്സ് സഭ ആവർത്തിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഓർത്തഡോക്സ് സഭയ്ക്ക് ഇനി ആ തെറ്റ് പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? 995 വിധിക്ക് ശേഷം ഗ്രിഗോറിയോസ് തിരുമേനി അങ്ങും മറ്റ് ചില മെത്രാന്മാർക്കൊപ്പം ഓർത്തഡോക്സ് സഭയിലേക്ക് കൂറുമാറാൻ പാതി വഴി വരെ വന്നതല്ലേ? ചില ഭീഷണികൾക്ക് വഴങ്ങിയാണ് തിരികെ പോയതെന്ന് അങ്ങയുടെ കൂടെയുള്ളവരാണ് ഇപ്പോഴും പറയുന്നത്. ഏതായാലും അതൊന്നും ഓർത്തഡോക്സുകാർ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ ഒന്ന് സത്യമാണ്, ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ശ്രേഷ്ഠനാകുന്നതോടെ നിങ്ങളുടെ കൂടെയുള്ള അസംതൃപ്തരായ മെത്രാന്മാരുടെ വിശ്വാസികളുടെ എണ്ണം ഇപ്പോഴുള്ളതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിക്കും. കാരണം അങ്ങയുടെ കൂറിലുള്ള സംശയം തന്നെ. അതും ഓർത്തഡോക്സുകാരുടെ വിഷയമല്ല. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞ വാചകം അത് ഒന്നുകൂടി ഓർക്കുക. വ്യവസ്ഥാപിതമായ സമാധാനം, യോജിപ്പ്, അതെന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കുകയല്ലേ ഉചിതം. ഇനി ശ്രേഷ്ഠ ബാവ വാഴ്ച സുപ്രീം കോടതിയുടെ വിധിയിൽ കൃത്യമായി പറയുന്നു, മലങ്കര സഭയിൽ സമാന്തര ഭരണം പാടില്ല. പാത്രിയാർക്കീസിന് ഒരു ഷെമ്മാശനെ പോലും അഴിക്കാൻ അധികാരമില്ല.
സുപ്രീം കോടതി വിധി നിലനിൽക്കെ വീണ്ടും ബദൽ കാതോലിക്കയെ വാഴിക്കാൻ തീരുമാനിച്ചതോടെ കളി അങ്ങ് മാറും. ഇനി ഒരു വിദേശ പൗരനും അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ അനുയായികളും ഇന്ത്യയുടെ സുപ്രീം കോടതിയും തമ്മിലാണ് നിയമ പോരാട്ടം വരാൻ പോകുന്നത്. ഒരുപക്ഷെ പാത്രിയാർക്കീസിന് വീണ്ടും ഇന്ത്യയിൽ കാലുകുത്താൻ പോലും ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെ വന്ന് കൂടെ കൂടെ നിയമലംഘനം നടത്തുന്നു. കോടതിയിൽ വീണ്ടും കേസുമായി പോകാൻ ഓർത്തഡോക്സ് സഭയെ നിങ്ങൾ തന്നെ നിർബന്ധിതമാക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടുന്നു. നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നു. ശ്രേഷ്ഠ ബാവയുടെ 40 അടിയന്തരം നടത്താൻ പിരിവിന് ആഹ്വാനം ചെയ്ത് കൽപ്പന ഇറക്കി നാണം കെട്ട ആളുകൾ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയണം. വോട്ട് ബാങ്കിന്റെ പേരിൽ നാടകം കളിച്ച ഇടതു വലത് രാഷ്ട്രീയക്കാർ ഇനി സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ പണിപാളും. നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവന് നാറുമെന്നാണ് പ്രമാണം. സർക്കാർ ബില്ല് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. 2017 കോടതി വിധി നിലനിൽക്കുമെന്ന് കോടതി തന്നെ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഇനി ഒരുപക്ഷെ മുഴുവൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ലാതെ ഒരു വിഭാഗത്തിനായി മാത്രം ചർച്ച് ബില്ല് കൊണ്ടുവന്നാൽ അത് നിലനിൽക്കില്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അങ്ങ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ വിശാല ബെഞ്ച് വരും, എല്ലാം നമുക്ക് അനുകൂലമാകും എന്നൊക്കെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പിരിവും വാഴ്ചയും ഒക്കെ ആയി പോകുന്നു. അത് കേട്ട അണികൾ പൂർവാധികം ശക്തിയോടെ തെറിവിളിയും പൂരപ്പാട്ടുമായി സോഷ്യൽ മീഡിയയിൽ അരങ്ങ് തകർക്കുന്നു. അതല്ലേ നടക്കുന്നത്?